നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ നടപടിയുമായി ഡൽഹി ഹൈക്കോടതി. വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ എതിർകക്ഷികളോട് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. മോഹൻലാൽ സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. വിവരങ്ങൾ ബീന റാണി നൽകും. ബീന, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയത്? ഏത് രീതിയിലാണിത് നടൻ മോഹൻലാലിന് ആശ്വാസമാകുന്നത്? ഗൗതം, തന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ശബ്ദവും അടക്കം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് വ്യക്തി എന്ന നിലയ്ക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും തന്നെ ബാധിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ അടക്കമുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അദ്ദേഹം ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത്. ഈ ഉത്തരവനുസരിച്ച് ഉത്തരവിന് മുന്നോടിയായിട്ട് ലിങ്കുകൾ ക്രോഡീകരിച്ച പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ അഭിഭാഷകനോട് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 4:30 നീക്കിയ ലിങ്കുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മെറ്റ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എതിർകക്ഷികളാക്കിയായിരുന്നു ഹർജി. അതേസമയം ഈ ഹർജിയെ മെറ്റ എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും ഡൽഹി ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന വിഷയമല്ലെന്നും മെറ്റ വാദിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലിങ്കുകൾ അടിയന്തരമായി നീക്കം ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. നേരത്തെയും സമാനമായി ഇത്തരം കേസുകൾ കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. അമിതാഭ് ബച്ചൻ, രജനീകാന്ത് തുടങ്ങിയവർ ഇത്തരത്തിലുള്ള ഹർജിയിൽ അനുകൂല ഉത്തരവ് നേടിയിട്ടുമുണ്ട്. അതായത് താരങ്ങളുടെ ചിത്രങ്ങൾ പൊതുമുതൽ പോലെ പലരും സാമ്പത്തിക നേട്ടത്തിനും ബിസിനസിനും പരസ്യങ്ങൾക്കുമായി മറ്റും ഉപയോഗിക്കുന്നു എന്നായിരുന്നു നേരത്തെയും ഉണ്ടായിരുന്ന പരാതി. ഇത് സത്യത്തിൽ വിവര സാങ്കേതിക നിയമത്തിന് കുറ്റകരമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് വലിയ തട്ടിപ്പുകൾക്കും ഇടയാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോകളും മറ്റും വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോഹൻലാലിന് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ മോഹൻലാലിന് അനുകൂലമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ നടപടിയുമായി ഡൽഹി ഹൈക്കോടതി. വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ എതിർ കക്ഷികളോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. മോഹൻലാൽ സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യണം എന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ബീന റാണിയാണ് വിവരങ്ങളുമായി ചേർന്നത്.